ഈ യാത്ര 10 വർഷക്കാലത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഈ കേരള നാടിന്റെ ഒരു പുതിയുഗ പിറവിക്കായി തിരശീല ഉയർത്തുന്ന ജാഥ കൂടിയാണ്. നമ്മൾ ഈ ഗവൺമെന്റിനെ രൂക്ഷമായി വിമർശിച്ചു. സർക്കാരിന്റെ ചെയ്തികളെല്ലാം ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെട്ടു. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. പിണറായി വിജയൻ അടുത്ത മാസം ഭരണത്തിൽ നിന്ന് സലാം പറയുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ഇറങ്ങുന്നത്. കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് കേരളത്തെ തള്ളിയിട്ടിട്ടാണ് പോകുന്നത്. മുൻപിൽ നിന്നിരുന്ന കേരളത്തിലെ ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിൽ കിടത്തിയിട്ടാണ് പോകുന്നത് ഈ ഭരണകൂടം. ഞാൻ പറഞ്ഞു, പല സ്ഥലത്തും താലൂക്ക് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും ചെയ്യുന്ന രോഗികളെ റെഫർ ചെയ്യുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ്. കാസർഗോഡ് എന്നപ്പോഴും വയനാട് വന്നപ്പോഴും കാണാൻ കഴിഞ്ഞത് ഇവിടെ മെഡിക്കൽ കോളേജിൽ ചെല്ലുന്ന പേഷ്യൻസിനെ റെഫർ ചെയ്യുന്നത് താലൂക്ക് ആശുപത്രിയിലേക്കും ജില്ലാ ആശുപത്രിയിലേക്കാണ്. റിവേഴ്സ് റെഫറൻസ് ആണ് ഇവിടെ നടക്കുന്നത്. അതാണ് സ്ഥിതി, മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി. ആരോഗ്യരംഗം തകർന്ന് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്നിവിടെ രാവിലെ ഞങ്ങളിവിടെ സംവദിക്കാം പുതുയുഗത്തിനായി എന്ന പരിപാടിയുടെ ഭാഗമായി, യാത്രയുടെ ഭാഗമായി നിരവധി ആളുകളുമായി സംസാരിച്ചു. അതിൽ വന്നൊരു പരാതി, സിക്കിൾ സെൽ അനീമിയയുടെ മരുന്ന് 1 മാസമായി ഇല്ല എന്നാണ്. എന്തിനാണ് പിന്നെ ആരോഗ്യ വകുപ്പ്? ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്കാണ് ഈ രോഗം വരുന്നത്. അവർക്ക് മരുന്ന് 1 മാസമായി ഇല്ലെങ്കിൽ എന്തിനാ നിങ്ങൾ ഭരിക്കുന്നത്? നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? നിങ്ങളുടെ മുൻഗണന എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പോവുകയാണ്, പുറത്തോട്ട് പോവുക. 40-50 ലക്ഷം രൂപ വീട് പണയപ്പെടുത്തി, കിടപ്പാടം പണയപ്പെടുത്തി പുറത്തേക്ക് പഠിക്കാൻ പോവാ. ഇവിടെ അതിന് പറ്റിയ കോഴ്സുകളൊന്നുമില്ല. നമ്മുടെ എല്ലാ രംഗവും വഷളാക്കി. KSRTC പ്രതിസന്ധിയിലാണ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ മാവേലി സ്റ്റോറിൽ ഒരു സാധനമില്ല. കേരളത്തിന് ഒരു 1ാം സ്ഥാനമുണ്ട്. എന്താണെന്നറിയാമോ? കഴിഞ്ഞ 11 മാസമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്.